മൂന്നാമത്തെ ഹിറ്റ് ഇതാ ചെറുതര പുത്തൻ ചുണ്ടൻ തലവടി ചുണ്ടനാണ് നമ്മൾ അട്ടിമറി പ്രതീക്ഷിക്കുന്നത്. കാരണം UBC കൈനകരിയുടെ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന തലവടി ചുണ്ടൻ, സെന്റ് പയസ്റ്റൻഡ, ഒപ്പം പായിപ്പാടൻ, ഇങ്ങനെ 4 ചുണ്ടന്മാർ വരുന്നു. ആരാണ് മുന്നിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം. നാലാമത് പായിപ്പാടൻ ഒരു 2-3 തുഴപ്പാട് മുന്നിലാണ്. അതോടൊപ്പം തന്നെ ഒന്നാമത്തെ പായിപ്പാടനും തലവടിച്ചുണ്ടനും തമ്മിലുള്ള പോരാട്ടമാണ്. തലവടിച്ചുണ്ടൻ UBC കൈനകരി തുഴയുന്ന തലവടിച്ചുണ്ടനാണ് ഏതാണ്ട് 1.5 വള്ളപ്പാട് വ്യത്യാസത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരു സംശയം വേണ്ട. അണ്ണാ ചുമ്മാതിരിക്ക് ദേണ്ട് കയറി വരുന്നത് തലവടിച്ചുണ്ടൻ വരുന്ന പുതിയ വള്ളമാണ്. UBC കൈനകരിയുടെ പിള്ളേരാണ്. നിരവധി തവണ 1ഉം 2ഉമല്ല 9 തവണ കപ്പടിച്ചിട്ടുള്ള വരവ് കണ്ടോ. വെള്ളത്തുള്ളികളെ തള്ളി മാറ്റിക്കൊണ്ട് നമ്മുടെ UBC യുണൈറ്റഡ് ബോട്ടുകൾ കൈനകരി വരുന്ന വരവ് കണ്ടോ. എത്ര വള്ളപ്പാട്, ഏതാണ്ട് 1.5 വള്ളപ്പാട് വ്യത്യാസത്തിൽ മുന്നോട്ട് വരികയാണ്. 9ാം നമ്പർ വള്ളം തലവടിച്ചുണ്ടൻ. പായിപ്പാടിന് 1 വള്ളപ്പാട് പിന്നിലാക്കിക്കൊണ്ട് തലവടിച്ചുണ്ടൻ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വള്ളമാണ്. ഏതാണ്ട് 1.5 വള്ളപ്പാട് പിന്നിലാക്കിക്കൊണ്ട് കുത്തി തുഴഞ്ഞു വരുന്ന വരവ് കണ്ടോ. UBC കൈനകരി UBC 3ാം ഹീറ്റിൽ UBC 1ാമതായി എത്തിയിരിക്കുന്നു. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ ചുണ്ടൻ. ചെറുതന രണ്ടാമതുണ്ട്. ചെറുതന ഒരു അട്ടിമറി നാട്ടി കയറി വന്നിരിക്കുന്നു. ചെറുതനയുണ്ട്. അതോടൊപ്പം തന്നെ പായിപ്പാടൻ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. 3ാമത്തെ ഹീറ്റ്സ് കഴിയുമ്പോൾ നമുക്കറിയാം തലവടി ചുണ്ടൻ പുതിയ വള്ളമാണ്. UBC കൈനകരിയുടെ തലവടി ചുണ്ടൻ എന്താ ചെറുതന ഇത്ര വൈകിയത്? വേഗം വാ, ഇവിടെ മത്സരിക്കണ്ടേ, വേഗം വാ. ചെറുതന 1ാം ട്രാക്കിലാണെങ്കിൽ പോലും 4ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാലേ വെള്ളം കുറവുള്ള ഒരു ട്രാക്കാണ് 1ാം ട്രാക്കും 4ാം ട്രാക്കും. ആ ട്രാക്കിലൂടെ തുഴഞ്ഞു വരികയാണ് ചെറുതന ചുണ്ടൻ. ആ ചുണ്ടൻ മുന്നോട്ട് വരിക. സെന്റ് പയസ്റ്റൻഡ് ചരിത്രമുള്ള വള്ളമാണ്. ആ വള്ളം ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി വരേണ്ടത് ചെറുതനെയാണ്. ചെറുതനെ ഹരിപ്പാട്ടിൽ നിന്നുള്ള വള്ളമാണ്, ഹരിപ്പാട് മേഖലയിൽ നിന്നുള്ള വള്ളമാണ്. വേഗം തുഴഞ്ഞു വാ, ഇനി വാ, വേഗം പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞിട്ട് ചെറുതനയുടെ ആരാധകർ മുന്നോട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. മാർഷേട്ടാ അണ്ണാ അങ്ങനെ ചെറുതനെ കളിയാക്കൊന്നും വേണ്ട. 2004 അവരവരുടെ കരുത്ത് തെളിയിച്ചതാണ് ചെറുതന ചുണ്ടൻ. 2004 കുമരകം ടൗൺ ക്ലബ്ബ് തുഴയുന്ന സമയത്ത് ചെറുതന ആവേശം പുന്നമടക്കായലിൽ കരുത്ത് കാണിച്ചതാണ്. അത് തന്നെയാണ്, ചെറുതനെ കളിയാക്കിയതല്ല. ചെറുതന പഴയ വള്ളമാണ്, പാരമ്പര്യമുള്ള വള്ളമാണ്. അത് കോഴിമുക്ക് ഉമാമഹേശ്വരൻ ആചാര്യ പണിഞ്ഞ വള്ളമാണ്.